ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇനി ഞാൻ പറഞ്ഞത് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? അതായത് ആദ്യം നമ്മുടെ VLOOKUPൻ്റെ സെയിം ഫങ്ഷൻസ് നോക്കുക. ഇപ്പോൾ ദിയ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഇതിൽ ക്ലിയർ ചെയ്യാം. കോഡ്, ഐറ്റം, റേറ്റ്. ഞാനിതൊന്ന് സൂം ചെയ്യാം. ഓക്കെ, കോഡ് ഞാനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് A1, ഇപ്പോൾ ഞാനിങ്ങനെ കൊടുക്കും 111, 222, 333, 444, 555, 666, 777, 888, 999. നമ്മൾ ഡബിൾ VLOOKUPൻ്റെ ഫങ്ഷൻസ് കൂടി പറയൂട്ടോ അതിൽ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്യണത്. ഇനി അതിൻ്റെ ഐറ്റം പെന്ന്, ബുക്ക്, വാച്ച്, ഇപ്പോൾ റിങ്, ഗ്ലാസ്, മൗസ്, കീബോർഡ്, മോണിറ്റർ, CPU. ക്ലിയർ ആണല്ലോ? ഞാനിതിനെ ഒരു റേറ്റും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനൊന്ന് സൂം ചെയ്യാം. കാണാണ്ടല്ലോ അല്ലേ? ഞാനിതിൻ്റെ റേറ്റ്, അതായത് ഇപ്പോൾ പെന്നിന് നമ്മളൊരു 55 രൂപ, ബുക്കിന് ഒരു 45 രൂപ, വാച്ചിന് ഒരു 750 രൂപ, റിങ്ങിന് ഒരു 1458 രൂപ, ഗ്ലാസ്സിനൊരു 350 രൂപ, മൗസിനൊരു 475 രൂപ, കീബോർഡിനൊരു 888 രൂപ, മോണിറ്ററിനൊരു 4275 രൂപ, CPUവിനൊരു 18475 രൂപ. ഓക്കെ, ഇത്രയും ഭാഗം ക്ലിയർ ആണല്ലോ? ഇതുവരെ ചെയ്ത സ്റ്റെപ്പ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്ന സെയിം കൺസെപ്റ്റുകൾ തന്നെയാണ്. ഇനി നമ്മൾ VLOOKUPൽ എന്താ ചെയ്തു തരുന്നത്? കോഡ് അടിക്കുമ്പോൾ ഐറ്റം അല്ലെങ്കിൽ റേറ്റ് അല്ലേ, അങ്ങനെയല്ലേ ചെയ്തു തരുന്നത്? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, VLOOKUP ചെയ്യാനായിട്ട് നമ്മൾ എളുപ്പവഴി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെലക്ഷൻ ചെയ്തു, നെയിം ബോക്സിൽ ഒരു പേര് കൊടുക്കുക, ഐറ്റം ലിസ്റ്റ് എന്നുള്ളൊരു പേര് കൊടുത്തിട്ട് എൻ്റർ അടിക്കാം. ഓക്കെ, ഇനി ഇവിടെ നിന്നിട്ട് ഞാൻ ഇത് ചെയ്യാണ്. സീരിയൽ നമ്പർ, കോഡ്, ഐറ്റം, റേറ്റ്, ക്വാണ്ടിറ്റി, എമൗണ്ട്. ക്ലിയർ ആണല്ലോ? സംഭവം മനസ്സിലായില്ലേ? ഇവിടെ നമ്മൾ ചെയ്തിരുന്നത് എന്തായിരുന്നു? ഈക്വൽ ടു VLOOKUP. ശ്രദ്ധിക്കട്ടോ, ദിയ ശ്രദ്ധിക്കുക. VLOOKUP ഡൗട്ട് ചോദിച്ചത് നമ്മൾ പറയുന്നു, ബ്രാക്കറ്റിൽ ലുക്കപ്പ് വാല്യൂ, അതായത് എന്തടിക്കുമ്പോഴാണോ വരേണ്ടത്. മനസ്സിലായല്ലോ? ഈ ഡൗട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ആ ജേട്ടൻ എന്നുള്ള സെല്ല് എങ്ങനെ വരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ എന്തടിക്കുമ്പോഴാണോ ആൻസർ പ്രിൻറ്റ് ചെയ്യേണ്ടത് ആ സെല്ലാണ് നമ്മളിവിടെ ലുക്കപ്പ് വാല്യൂ ആയിട്ട് കൊടുക്കുന്നത്. ക്ലിയർ ആണല്ലോ? കോമ F3 അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പേര് കൊടുത്തത് പ്രിൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ F3 നിന്ന് പ്രിൻറ്റ് ചെയ്യാം. കോമ അതിലെത്രാമത്തെ കോളം? രണ്ടാമത്തെ കോളം, കോമ ഫോൾസ്. ഇതായിരുന്നു നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന ഇക്വേഷൻസ്. ക്ലിയർ ആണല്ലോ? ഇതേപോലെ തന്നെ ഞാൻ റേറ്റും കാണുന്നു കേട്ടോ. റേറ്റും കാണുന്നു. ഈക്വൽ ടു VLOOKUP, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, കോഡ്, കോമ F3, നമ്മുടെ ഐറ്റത്തിൻ്റെ പേര് വന്നു, കോമ അതിൽ 3, കോമ ഫോൾസ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ 444. ക്ലിയർ ആണല്ലോ? ഇങ്ങനെയാണ് നമ്മുടെ ആൻസർ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ? VLOOKUPൽ ഇങ്ങനെയല്ലേ നമ്മൾ ആൻസർ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. 444, 666 ഒക്കെ കൊടുത്താൽ ഓട്ടോമാറ്റിക്കായി എന്ത് ചെയ്യും? നോക്കി നോക്കൂ. 777 കണ്ട, 888. ക്ലിയർ ആണല്ലോ? 111. സംഭവം മനസ്സിലായില്ലേ? പിന്നെ ക്വാണ്ടിറ്റി എമൗണ്ടും നമുക്ക് കൊടുക്കാമല്ലോ, അതറിയാലോ.
ഈക്വൽ ടു, ശ്രദ്ധിക്കാം, നമ്മളിവിടെ നിന്നിട്ട് പറയുകയാണ് ഈക്വൽ ടു റേറ്റ് ഇൻറ്റു ക്വാണ്ടിറ്റി. അപ്പോഴാണല്ലോ ആൻസർ വരിക. ഈ ഭാഗം മനസ്സിലാവാത്തൊരാരുമില്ലല്ലോ. വി ലുക്കപ്പിൻ്റെ ഫംഗ്ഷൻ എല്ലാവരും ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ പറയുന്ന വർക്കുകൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് നോക്കണം. എന്നാൽ മാത്രമാണ്, കാരണം വെച്ചാൽ നമ്മളിങ്ങനെ ഇത്ര സമയം കൊണ്ട് നമ്മുടെ ക്ലാസ് കഴിയേണ്ടതല്ലേ. അപ്പോൾ എനിക്ക് നിങ്ങൾ മുന്നിലിരിക്കുകയല്ലോ, നമ്മൾ ഓൺലൈനിലല്ലേ. അപ്പോൾ അത് പക്കയാക്കി ചെയ്ത് നോക്കണം കേട്ടോ. ഇവിടെ നിന്ന് ഞാൻ എമൗണ്ടുകളൊക്കെ കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ആൻസർ വന്നു. ഇനി ഇതിൻ്റെ ആവശ്യം അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടാകും. നമ്മളിപ്പോൾ ഈ പറയുന്ന ഡബിൾ വി ലുക്കപ്പ് എന്നുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ പോകാൻ പോവാണ്. കോഡോ ഐറ്റോ, കോഡാണോ ഐറ്റാണോ? മനസ്സിലായ? കോഡാണെങ്കിലും പ്രിൻ്റ് ചെയ്യണം, ആ കോഡിന് പകരം ഐറ്റ് ആണെന്നുണ്ടെങ്കിലും എനിക്ക് റേറ്റ് പ്രിൻ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ മനസ്സിലായ? പറഞ്ഞ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ ഞാനിവിടെ കൊടുക്കുകയാണ് കോഡ് അല്ലെങ്കിൽ ഐറ്റം. രണ്ടടിച്ചു കഴിഞ്ഞാലും എനിക്ക് എന്ത് ചെയ്യണം? ഇവിടെ ആൻസർ പ്രിൻ്റ് ചെയ്യണം, അതായത് റേറ്റ് പ്രിൻ്റ് ചെയ്യണം. ഓക്കെ. സൗണ്ട് ഡിസ്റ്റർബൻസ് ഇല്ലല്ലോ, റോഡ് അടുത്തായ കാരണം വണ്ടികളുടെ സൗണ്ടൊക്കെ ഉണ്ടാവും. ക്ലിയർ ആണല്ലോ? ഞാൻ പറയണത് ക്ലിയർ ആണല്ലോ? കുഴപ്പമില്ലല്ലോ? ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. എനിക്ക് കോഡോ അതോ ഐറ്റോ എന്ത് പ്രിൻ്റ് ചെയ്താലും, അതായത് ഇതടിച്ചാലും വരണം, ഇതടിച്ചാലും വരണം, ആൻസർ പ്രിൻ്റ് ചെയ്യണം. നിങ്ങൾ ശ്രദ്ധിക്കാം, ഈക്വൽ ടു. ഇപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട, ഇത് ഇക്വേഷൻസ് എഴുതി കഴിഞ്ഞിട്ട് നോട്ട് ചെയ്താൽ മതി. കാരണം കുറച്ച് വലിയ ഇക്വേഷൻസുകളാണ്, കുത്ത് കോമ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തെറ്റി എഴുതിയെടുക്കരുത്. ഞാൻ പറഞ്ഞതിന് ശേഷം ഓക്കെ മാത്രമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. ഓക്കെ. ഞാൻ പറയുകയാണ് ഈക്വൽ ടു ഇഫ് ആണെങ്കിൽ, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ പറയുകയാണ് ഇസ് ടെക്സ്റ്റ്, ഇസ് ടെക്സ്റ്റ്. ടെക്സ്റ്റ് ആണെങ്കിലും, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ അടിക്കാൻ പോണ സെല്ല് ടെക്സ്റ്റ് ആണെങ്കിലും പ്രിൻ്റ് ചെയ്യണം. മനസ്സിലായ? കോഡ് മാത്രമല്ല, ടെക്സ്റ്റ് ആണെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് ഇത് പ്രിൻ്റ് ചെയ്യണം. ഇനി നോക്കിട്ടാ, കോമ വി ലുക്കപ്പ്, വി ലുക്കപ്പ്, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, കോഡിൻ്റെ സെല്ല്, കോമ. ഓക്കെ. ഇനി എന്ത് ചെയ്യണം? ആദ്യത്തെ രണ്ടെണ്ണം മാത്രം സെലക്ഷൻ ചെയ്യാം. ഫസ്റ്റത്തെ രണ്ട് സെല്ല് ഇട്ടാ, കോളം, അതായത് ഫസ്റ്റത്തെ നമ്മുടെ ഡാറ്റാബേസിൽ നിന്ന് രണ്ട് കോളം മാത്രം, സെല്ല് എന്നാണ് പറഞ്ഞത്, സോറി, രണ്ട് കോളം മാത്രം സെലക്ഷൻ ചെയ്യാം, കോമ, അതിലത്തെ രണ്ട് എന്ന് ടൈപ്പ് ചെയ്യുക, കോമ ഫോൾസ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. മനസ്സിലായല്ലോ? വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്? വി ലുക്കപ്പ് എന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. വി ലുക്കപ്പ്, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, എന്ത് ചെയ്യുക? വീണ്ടും ആ സെല്ല് ക്ലിക്ക് ചെയ്യുക, കോമ, എന്ത് ചെയ്യണം? നമ്മൾ ഈ 3 കോളം കൂടി സെലക്ഷൻ ചെയ്യുക, കോമ 3, കോമ ഫോൾസ്. എത്ര ബ്രാക്കറ്റ് ഇട്ടുണ്ടെങ്കിൽ അത്രയും ബ്രാക്കറ്റ് നമ്മൾ ക്ലോസ് ചെയ്യും. ക്ലിയർ ആണല്ലോ? ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് ഇവിടുത്തെ കോമ വേണ്ട, ഒന്നുകൂടി ഞാൻ സെറ്റ് ചെയ്യാം, ശ്രദ്ധിക്കുക, തെറ്റരുത്. ഈക്വൽ ടു ഇഫ്, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, ഇസ് ടെക്സ്റ്റ്, ഇസ് ടെക്സ്റ്റ്, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ സെല്ല് കാണിച്ചു കൊടുക്കുക, കോമ, എന്ത് ചെയ്യുക? എന്നിട്ട് എന്ത് ചെയ്യുക? ഇസ് ടെക്സ്റ്റ് എന്നിട്ട് നമ്മൾ ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തോട്ടെ. ഇന്ന സെല്ലാണെന്നുണ്ടെങ്കിൽ അത് കൊടുത്തു. ഇനി എന്ത് ചെയ്യാണ്? ഞാൻ അടുത്ത ഇക്വേഷൻ സെറ്റ് ചെയ്യാൻ പോവാണ്. വി ലുക്കപ്പ്, വി ലുക്കപ്പ്, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, കോഡിൻ്റെ സെല്ല്, കോമ, എന്ത് ചെയ്യുക? നമ്മുടെ ആദ്യത്തെ രണ്ടെണ്ണം, രണ്ട് കോളം, കോമ 2, കോമ ഫോൾസ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. വീണ്ടും വി ലുക്കപ്പ്, വി ലുക്കപ്പ്, വീണ്ടും ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, സെല്ല്, കോമ, എന്ത് ചെയ്യുക? ഈ 3 കോളം കൂടി സെലക്ഷൻ ചെയ്യുക, കോമ 3, കോമ ഫോൾസ്. എത്ര ബ്രാക്കറ്റ് ഇട്ടുണ്ടോ അത്രയും ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും.
ഓക്കെ, രണ്ട് സ്ഥലത്തും കോമ ഇട്ടോളൂ കേട്ടോ, കോമ ഇടാണ്ടിരിക്കണ്ട, രണ്ട് സ്ഥലത്തും കോമ ഇട്ടു. ഇനി നോക്കൂ നിങ്ങൾ, മനസ്സിലായല്ലോ? വി ലുക്കപ്പ് കഴിഞ്ഞിട്ട് ഈ സെല്ല് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കോമ വേണം, ഇവിടെയും കഴിഞ്ഞിട്ട് ഒരു കോമ വേണം കേട്ടോ. അതാണ് ഞാൻ ആദ്യം എഴുതിയെടുക്കരുതെന്ന് പറഞ്ഞത്. നമ്മൾ എന്തെങ്കിലും കാരണവശാലും വല്ല കുത്തോ കോമയൊക്കെ ഇടാൻ വിട്ടുപോയാൽ തെറ്റും, ആൻസർ തെറ്റും. ഓക്കെ, ഇനി നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് നോക്കി നോക്കിയേ. ആരെങ്കിലും ഒരു നമ്പർ പറഞ്ഞേ, ആരെങ്കിലും ഒരു നമ്പർ പറഞ്ഞേ. 999 ശരിയാണല്ലോ, ആൻസർ ശരിയാണല്ലോ. ഇനി ഏതെങ്കിലും ഒരു ഐറ്റത്തിൻ്റെ പേര് പറഞ്ഞേ, ഏതെങ്കിലും ഒരു ഐറ്റത്തിൻ്റെ പേര്. CPU. ഓക്കെ, CPU ആൻസർ പ്രിൻ്റ് ചെയ്ത് കണ്ടോ? സംഭവം മനസ്സിലായ? ഇവിടെ ഇപ്പോൾ റിങ് എന്ന് കൊടുത്താലും പ്രിൻ്റ് ചെയ്യും, റിങ്ങിന് പകരം 444 കൊടുത്താലും പ്രിൻ്റ് ചെയ്യും, ആൻസർ പ്രിൻ്റ് ചെയ്യും. മനസ്സിലായല്ലോ? ഇപ്പോൾ ഇവിടെ പെന്നെന്ന് കൊടുത്താലും പ്രിൻ്റ് ചെയ്യും, പെന്നിന് പകരം ഇപ്പോൾ ഞാനിവിടെ 111 ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിലും ആൻസർ പ്രിൻ്റ് ചെയ്യും. സംഭവം മനസ്സിലായ? സംഭവം മനസ്സിലായ? ഏതാ ഏതാ പറയാം, ശ്രദ്ധിക്കാം. ഈക്വൽ ടു ഇഫ് ആണെങ്കിൽ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇസ് ടെക്സ്റ്റ്, ISTEXT, ഇസ് ടെക്സ്റ്റ്, ടെക്സ്റ്റ് ആണെങ്കിലും എന്നാണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്. ബ്രാക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ സെല്ല് ക്ലിക്ക് ചെയ്യുക. ഞാൻ വേണമെങ്കിൽ ചെയ്ത് കാണിക്കാം, ഇനിയിപ്പോൾ അങ്ങനെ പറയുമ്പോൾ കൺഫ്യൂഷൻ ആവണ്ട. നോക്കൂ, ഈക്വൽ ടു, ഞാൻ സൈസ് ഒന്ന് വലുതാകട്ടെ കേട്ടോ. ഓക്കെ, ഈക്വൽ ടു ഇഫ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഇസ് ടെക്സ്റ്റ്, ഇസ് ടെക്സ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സെല്ല്, ഇപ്പോൾ ഞാൻ ഈ സെല്ലിന് പകരം ഇവിടെ എടുക്കുന്നുണ്ട് കേട്ടോ, ഇതിന് ഇവിടെ അടിക്കുന്നതിനനുസരിച്ച് ഇവിടെ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സെല്ല്. എന്നിട്ട് എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? കോമ, കോമ, വി ലുക്കപ്പ്, നമ്മൾ കേശ പഠിച്ചുള്ളതാണ് വി ലുക്കപ്പ്. ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, കോഡിൻ്റെ സെല്ല്, അതായത് നമ്മുടെ ലുക്കപ്പ് വാല്യൂ ഇവിടെ അടിക്കുമ്പോഴാണ് വരേണ്ടത് ആ സെല്ല്, കോമ. എന്ത് ചെയ്യണം, നമ്മൾ നമ്മൾ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ നെയിം ബോക്സിൽ പോയിട്ട്, അതേപോലെ വേണമെങ്കിൽ കൊടുക്കട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ രണ്ട് ഭാഗത്തിന് മാത്രം സെലക്ഷൻ ചെയ്തിട്ട് ഒരു പേര് കൊടുക്കുക, മൂന്നെണ്ണത്തിന് സെലക്ഷൻ ചെയ്തിട്ട് വേറൊരു പേര് കൊടുക്കുക. അപ്പോൾ F3 അടിച്ചിട്ട് ഇൻസേർട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ തൽക്കാലം ഞാൻ ഡ്രാഗ് ചെയ്ത് കാണിക്കുന്നു. ഞാൻ എന്ത് ചെയ്യാണ്, ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുക, രണ്ട് കോളം മാത്രം സെലക്ഷൻ ചെയ്യും. ഫസ്റ്റ് കോമ, അതിലത്തെ രണ്ടാമത്തെ കോളം, കോമ, ഫോൾസ്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, കോമ, വീണ്ടും വി ലുക്കപ്പ്, വീണ്ടും വി ലുക്കപ്പ്, വീണ്ടും ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഈ സെല്ല് ക്ലിക്ക് ചെയ്യുക, കോമ, എന്ത് ചെയ്യണം, മൂന്നും കൂടി ഡ്രാഗ് ചെയ്യണം. ക്ലിയർ ആണല്ലോ? കോമ, അതിലത്തെ മൂന്നാമത്തെ കോളം, കോമ, ഫോൾസ്, ഫോൾസ്. എത്ര ബ്രാക്കറ്റ് ഇട്ടുണ്ടോ അത്രയും ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. കാരണം ഈ H17 ബ്രാക്കറ്റ് ഓൾറെഡി ഇവിടെ ക്ലോസ് ആയിട്ടുണ്ട്, ഈ വി ലുക്കപ്പിൻ്റെ ബ്രാക്കറ്റ് ഇവിടെ ക്ലോസ് ആയിട്ടുണ്ട്. പിന്നെ ക്ലോസ് ചെയ്യാനുള്ളത് ഒന്ന് രണ്ടാമത്തെ വി ലുക്കപ്പിൻ്റെയും ഫസ്റ്റത്തെ ഈ ഇഫിൻ്റെയും മാത്രമാണ് ക്ലോസ് ചെയ്യാനുള്ളത് അല്ലേ. അതാണ് രണ്ടെണ്ണം ക്ലോസ് ചെയ്തത് കേട്ടോ. എൻ്റർ അടിക്കാം. ക്ലിയർ ആണല്ലോ? ഇനി നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഇക്വേഷൻസ് അപ്ലൈ ചെയ്ത് നോക്കിയേ. 666 കണ്ട, മനസ്സിലായില്ലേ? അതേപോലെ തന്നെ 666 പകരം ഞാൻ എന്ത് പറയാണ്, 999 കണ്ട. അതിന് പകരം ഞാനിവിടെ പറയാണ് ഗ്ലാസ്. ക്ലിയർ ആണല്ലോ? സംഭവം മനസ്സിലായില്ലേ? മനസ്സിലായല്ലോ? ഇനി ക്ലിയർ ആണല്ലോ? ഇതാണ് നമ്മൾ അതായത് വി ലുക്കപ്പിൻ്റെ ഒരു വേണമെങ്കിൽ നമുക്കൊരു പേരിട്ട് വിളിക്കാം, ഡബിൾ വി ലുക്കപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് വേണ്ടി അങ്ങനെ വിളിക്കാം. സംഭവം വി ലുക്കപ്പിൻ്റെ ഫങ്ഷൻസ് തന്നെയാണ്, പക്ഷേ നമ്മളതിനെ ഡബിൾ വി ലുക്കപ്പ് എന്നൊരു പേരിട്ടിട്ട് വിളിക്കുന്നു. അപ്പോൾ ഒരേ സമയം നമുക്കിപ്പോൾ ചില സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒന്നെങ്കിൽ ഐറ്റം അല്ലെങ്കിൽ കോഡ്, എന്തടിച്ചാലും ആൻസർ വരുന്നത് കണ്ടിട്ടുണ്ടാവും.
അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഓപ്ഷൻസിനെ സെറ്റ് ചെയ്ത് വെക്കാം. ഡൗട്ടില്ലല്ലോ? ഇത്രയും ഭാഗം മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ നമുക്കിതിനെ ഞാനിവിടെ ഒരു പേരിടുന്നുണ്ട്, ഡബിൾ വി ലുക്കപ്പ് എന്നിടാം കേട്ടോ. ഓക്കെ, ഡബിൾ വി ലുക്കപ്പ് എന്നുള്ള പേരിൽ ഡബിൾ വി ലുക്കപ്പ് എന്നുള്ള പേരിൽ ഞാൻ ഈ വർക്കിനെ ഓക്കെ. ക്ലിയർ അല്ലേ? ഓക്കെ.